ഗൈസ് യൂട്യൂബർ പണക്കത്തിലാണ് ഇന്ന്. ഗൈസ് അപ്പോൾ വെൽക്കം ടു അവർ ഫാമിലി, വെൽക്കം ടു രേസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല. ഗൈസ് എൻ്റെ ഭർത്താവ് എന്നെ അപമാനിച്ചിട്ടു ഗൈസ്, അതുകൊണ്ട് ഞാൻ മാത്രമേ ഒറ്റയ്ക്കാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. എന്നാലും ഞാൻ വരുത്തും. എടുത്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ആക്കിയ 5K ഫോളോവേഴ്സ് വരാമെങ്കിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ്. അമ്മയും മോനും കൂടെ ഇരിക്കുന്ന ഫീൽഡിലായിരിക്കും. നീ ഇങ്ങനൊന്നും വീഡിയോ ഇരിക്കരുത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു രേസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും പോലെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്താ പറയുക, കുറച്ച് കുക്കിംഗ് വീഡിയോസാണ് ഗൈസ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തോ ആമസോൺ പ്രൈം എടുക്കാൻ ഇന്ന് ആമസോൺ പ്രൈം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് എടുക്കാൻ സൗകര്യമില്ലത്. അപ്പോൾ അവള് പറഞ്ഞ് എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ താല് പിടിച്ച് ഞാൻ പറഞ്ഞടി 290 രൂപയുള്ളു ഒരു ആമസോൺ പ്രൈം എടുക്കുന്ന അവള് കാല് പിടിച്ച് പറഞ്ഞ് ഇവള് ചുണ്ടി കഴുത്തോ കഴുത്തി പിടിച്ചില്ല, കഴുത്തിന് പിടിക്കാൻ വന്നില്ല. കഴുത്തിന് പിടിക്കാനോ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ വന്ന് പിടിച്ച് പിടിച്ച് ഇവള് പണ്ടമ്മ ഇപ്പൊ ഇവള് ഞാൻ വെട്ടൂരി പഠിച്ചത് ഇവള് അപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി കഥ പറയണ്ട കേസ്. നിങ്ങൾ നിങ്ങൾ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നത് മാത്രമല്ല കേസ്, ഇവള് വിഷയ. ഇവള് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അപ്ലോഡ് ആക്കും ഗൈസ്. നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ റീച്ച് ആക്കി ഒരു 5K സബ്സ്ക്രൈബ് എന്താ എനിക്ക് പറയാനുള്ള നിങ്ങൾ കേൾക്കണം ഗൈസ്. എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇവളെ കെട്ടിയത് അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നോക്കും, പക്ഷെ മൈൻഡ് ചെയ്തത് കേട്ടോ. ഇവള് മാനിഫെസ്റ്റ് തേങ്ങ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവള് എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂടെന്ന് അറിയോ. ഇവള് വിഷയാണ് കേസ്. ഓ സോറി, ഇപ്പൊ പറഞ്ഞ മറിച്ചേക്ക്. പക്ഷെ ഇവള് വിഷയ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചായയും മാഗിയുമാണ്. പക്ഷെ ഇവിടെ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ ചോറോട് പോടാ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാ. ഇവള് മാഗി ഉണ്ടാക്കും, ഇവള് തിന്നും. ഞാൻ ദോശ ചുട്ട് തിന്നാൻ പോവാ. എനിക്ക് പാവം എൻ്റെ കുഞ്ഞൻ വയറിന് വേണ്ടിയിട്ട് ഒരു ദോശ ചുട്ട് തിന്നാനൊക്കെ എനിക്ക് പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നു. അപ്പം അത്രയ്ക്ക് എനിക്ക് പറയുള്ളൂ ഗൈസ്. അത്രയ്ക്ക് എനിക്ക് പറയുള്ളൂ ഗൈസ്. ഇവള് ശരിയല്ല. എനിക്ക് 10 പറയാനുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും മാഗി അല്ല ഗൈസ്, ബീഫ് റോസ്റ്റ് മാഗി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വാ ഗൈസ്, ഞങ്ങൾ വൈകിട്ട് തിന്നോണ്ടിരുന്ന ചിപ്സാണ് ഗൈസ്. ആ പാത്രം കഴുകിയതാട്ടോ അതിനകത്ത് കിടക്കണേ. എന്തോ ഞങ്ങൾ ചായ കുടിച്ചാ ഗൈസ്. കറക്റ്റ് പാലിൻ്റെ ഒക്കെ അളവ് കറക്റ്റ് ആയെങ്കിൽ നമുക്ക് ചായയൊക്കെ കറച്ച് കിട്ടും അല്ലേ ഏട്ടാ? ഒരു മിനിറ്റ്. പാല് ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ഉള്ളിലോട്ട് വെക്കണം. ഉള്ളിലോ സൈഡ് വെക്ക് എന്നാ മണ്ട അത്രയും സ്ഥലം കിടക്കില്ല. നമ്മൾ പബ്ലിക് വാട്ടർ അതോറിറ്റി പോയി വെള്ളം പിടിക്കണം. ഇതാണ് ഗൈസ് മാനുവൽ പമ്പ്. ഇത് നമ്മളിങ്ങനെ ഞെക്കണം, അപ്പോൾ വെള്ളം ഇങ്ങനെ വരും. ഇത് കുറച്ച് ചിപ്സ് തിന്നാം ഗൈസ്. അതൊക്കെ അറിയണമെങ്കിൽ അടുക്കള കയറണം. ഒരു ചായ എടുത്തിട്ട് ഇത്ര പട്ടിഷോ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ആണുങ്ങളൊക്കെ അടുക്കള കയറുമ്പോൾ എന്തായിരിക്കും. നല്ല ആണുങ്ങളും ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ ഇടിയപ്പം ഉണ്ടാക്കി തരും, പുട്ടുണ്ടാക്കി തരും, പൂരി ഉണ്ടാക്കി തരും, ചപ്പാത്തി ഉണ്ടാക്കി തരും, എല്ലാം ഉണ്ടാക്കി തരും എൻ്റെ അച്ഛൻ. ചായ ഉണ്ടാക്കി തരും, നല്ല ചായ ഉണ്ടാക്കണം. എനിക്ക് പക്ഷെ സത്യമായിട്ടും ചായ ഉണ്ടാക്കാറില്ല ഗൈസ്. അല്ല, വേറെ വലിയ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്.
നമ്മൾ കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇട്ട് വയ്ക്കത്തുള്ളൂ ഗൈസ്. വലിയ ടിന്നിനകത്തുണ്ട്, അതിൽ നിന്ന് കുറേശ്ശേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പലഹാരങ്ങളാണ് തിന്നുന്ന പാപ്പൊക്കെ ഇരിക്കുന്ന കേട്ടോ. തേയില തോനെ ഇടണേന് കടുപ്പില്ലെങ്കിലും കാണുമ്പോൾ കടുപ്പില്ലെങ്കിലും കുടിക്കുമ്പോൾ നല്ല കടുപ്പത്തിൻ്റെ ടേസ്റ്റാണ് ഗൈസ്. ആ ഫ്രിഡ്ജിൻ്റെ അവിടെ കിടക്കുന്ന എൻ്റെ തുണി, അതൊക്കെ ഒന്ന് പാത്രം തുടയ്ക്കുന്ന തുണിയും ഒന്ന് എൻ്റെ കൈ തുടയ്ക്കുന്ന തുണിയും. നീ നാളത്തെ അടുക്കള കയറേ. ശരി, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട് 4 കൊല്ലം കൊണ്ട് ഇവിടെ പ്രവാസിയാ. ഇവിടെ എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്തോണ്ടിരുന്നേ ഈ വീട്ടില്. ഏത് വീട്ടില്? ഇതെങ്ങനെയാ വീഡിയോ എടുക്കേണ്ടതിന് കാര്യമില്ല ഗൈസ്. ആക്കുന്നുണ്ടതൊന്നും പ്രൊഫഷണലാണ്. വർഷത്തിൽ ഒരു വട്ടം ഇതുപോലെ ചായ ഇത് ഞാൻ ഇടുന്ന ചായ കുടിക്കാൻ കൊള്ളത്തില്ല, ഉള്ളത് പറയാലോ. അതുകൊണ്ട് ഏട്ടൻ അത് കുടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഏട്ടൻ എനിക്ക് ഇട്ടുതരാം. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് ഏട്ടാ. സത്യസന്ധമായിട്ട് ഉത്തരം പറ. സത്യസന്ധം വായിച്ച് കുടിക്കാൻ കൊള്ളത്തില്ല അങ്ങനെ പറയരുത്. സത്യസന്ധമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുക്കള കത്തിച്ചാണ് ഈ മനുഷ്യൻ. ഇടത്തോളൊന്നുമിൽ ആ ചായക്ക് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, കളറൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതൊന്ന് വാൽമാക്രി ഓടി കളിക്കുന്നത്. കളറൊക്കെ ഉണ്ട് ചായക്ക്. ഇനി നമുക്ക് കുടിച്ചിത് എപ്പോൾ ആവും? തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി ഗൈസ്. ആടലയും പാടല കേട്ട് രസിപ്പതിനേതോ സുഖം സുഖം സുഖം. മതി മതി ആട്ടിയത്. ഇതൊന്ന് ഈ ചായ കുടിച്ചിട്ട് നമുക്ക് ഇന്ന് ചാവാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. Wow, the very ultra hygienic person is. ഇതാണ് വിരലിട്ട ചായ. ഉപ്പും ചിപ്സും കൂടെ തിന്നുന്നേ. അല്ലാതെ ഞാൻ അതിൻ്റെ കൂടെ പേരക്ക ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ പേരക്ക കഴിച്ച് തീർന്നു. പേരക്ക പക്ഷെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ, മധുരം ഇല്ലാത്ത അങ്ങനെ. എനിക്ക് ഓൾറെഡി എനിക്ക് പേരക്ക ഇഷ്ടമല്ല. അത് അരി ഇല്ലാത്ത പേരക്കയില്ല, അതാണ് എനിക്കിഷ്ടം. പക്ഷെ ആ പേരക്കകത്ത് അരി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ, കഴിച്ചിട്ട് ഞാൻ എടുത്തോളാം. അപ്പം അതിനകത്താണ് ഉപ്പ് കാണിച്ചത്. ഏട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഉപ്പും ചിപ്സും, വാട്ട് എ കോമ്പിനേഷൻ. അതെന്താ ഉപ്പും ചിപ്സും കൂടി തിന്നാൽ? ഉപ്പില്ലാത്ത ചിപ്സ് ആണെങ്കിൽ ഉപ്പിട്ടില്ല നമുക്ക് തിന്നാൻ പറ്റും അല്ലേ ഗൈസ്? ഈയിടെ ഞാൻ ഭയങ്കരമായിട്ട് തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ചളി ചളി. ഓക്കെ, ഈ ചായ തിളയ്ക്കുന്നത് ഞാൻ എന്താണ് ചായ പ്രൊഫഷണൽ മിസ്റ്റർ പ്രമോദ് പ്രസന്നൻ. അവിടെ അല്ല, ഇവിടെ ഇവിടെ ഇന്നെങ്കിലും നമ്മുടെ ചായ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയോ? റെഡി ആയോ? അരിപ്പ് വേണ്ടേ? ഇവരുടെ വീട്ടിലും, അതായത് അമ്മയും ഇങ്ങനെ അരിപ്പ് ഉപയോഗിക്കില്ല കേട്ടോ. എനിക്കാണ് അരിപ്പില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏട്ടൻ അങ്ങനെ ചുമ്മാ പട്ടിഷ കാണിക്കാമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുടിച്ച് നോക്കുമ്പോൾ അറിയാം ഗൈസ്. എൻ്റെ അമ്മയ്ക്കൊരു ഹോട്ടലുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമുക്കൊരു തട്ടുകട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചപ്പന ഗൈസ്. എൻ്റെ അടുക്കള നോക്കാം. ചായ വെച്ചിട്ട് വൃത്തിയില്ലാത്ത കുടിച്ചാലും കുഴപ്പമില്ല, മേലെ എൻ്റെ അടുക്കള കയറി പോവല്ലേ. ആ ഗൈസ്, നമ്മൾ 1 കുപ്പി പാലും 2 കുപ്പി വെള്ളം ഒഴിച്ചപ്പോൾ നമുക്ക് 1/2 ഗ്ലാസ് ചായ ഇട്ടിട്ടുണ്ട്. അത് 3 മണിക്കൂറിട്ട് നമ്മൾ തിളപ്പിക്കണം, എന്നാലേ കറക്റ്റ് ഭാഗമാവും. പഞ്ചസാര ഇട്ടായിരുന്നോ? ഓക്കെ, ചായ പറ്റി നല്ലൊരു റിവ്യൂ ഞാൻ പറയുന്നുണ്ട് ഗൈസ്. ഫൈനലി നമ്മുടെ ചായ ഇതാ വന്നിട്ടുണ്ട് ഗൈസ്. ഏട്ടൻ ആദ്യമായിട്ട് സത്യമായിട്ടോ, എത്ര 8 വർഷത്തെ നമ്മുടെ പ്രണയം, അതിനകത്ത് ഫസ്റ്റ് ടൈം കൈ കൊണ്ട് ഇട്ടുന്ന ചായ. നിങ്ങൾ എനിക്ക് എന്നാ മനുഷ്യ ചായ ഇട്ടുന്നത്? നമുക്കിന്ന് കുടിച്ചു നോക്കാം ഗൈസ്. പണ്ട് എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു, എനിക്ക് പെണ്ണ് കാണാനായിട്ടായിരിക്കില്ല ആളുകൾ വരുന്നത്, ഞാൻ ചെറുക്കൻ്റെ വീട്ടിൽ പോയായിരിക്കും കാണുന്നത് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് അത് കൊള്ളായിരുന്നു അല്ലേ, ചെറുക്കൻ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ. അപ്പോൾ എന്തായാലും അന്ന് എനിക്കത് പറ്റിയില്ല, എൻ്റെ വീട്ടിലാണ് വന്നത് പെണ്ണ് കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചായ ഒന്ന് കുടിച്ചു നോക്കാം. നോക്കട്ടെ.
നീ ഇന്ന് ഫിസിക്കൽ ടെസ്റ്റിന് പോയാലല്ലേ ഇവിടെ സെയിലും ആകും. അതെ, നിന്നെ ഇന്ന് ടെസ്റ്റിന് വിടുന്ന പ്രശ്നമില്ല. കൊള്ളാം ഗൈസ്, അക്സെപ്റ്റ്. ഈ പെണ്ണ് കൊള്ളാം, കൊള്ളാം ഗൈസ്, സീരിയസ് ആയിട്ട് കൊള്ളാം. എനിക്ക് പൊതുവെ മധുരം ഇഷ്ടമല്ല, കുറച്ച് മധുരം ഇച്ചിരി കൂടുതലാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, പക്ഷെ മധുരം ഇച്ചിരി കൂടുതലാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. ഞാൻ കടുപ്പൊക്കെ ഭയങ്കരമായിരിക്കണം, പക്ഷെ അല്ല, ആവശ്യത്തിനുള്ള കടുപ്പം. ഈ ഒരു ചായപ്പൊടിക്കാണ് തേയിലൊക്കെയാണെങ്കിൽ കടുപ്പം ഭയങ്കര, എത്ര ഇട്ടാലും കടുപ്പം കിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് നോക്കി കൊള്ളാം. എനിക്ക് ലൈറ്റ് ചായനെ സത്യത്തിൽ ഇഷ്ടം, പക്ഷെ ഇത് ഓക്കെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ഇച്ചിരി കൂടുതലാണ്, ഓക്കെയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്നാ ചേട്ടാ ഇനി അടുത്ത ചായ ഇട്ടിരുന്നേ? അപ്പോൾ ഞങ്ങൾ ഈ ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.